ഒരു പഴയകാല ഓർമ്മകൾ കായോർക്കുന്ന അമ്മച്ചിയുടെ അടുത്ത് നമുക്ക് ഓണക്കാലം എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. എങ്ങനെയായിരുന്നു അമ്മച്ചിയുടെ ഓണം പട്ടുകോണം എടുത്തിട്ടാണ് ഈ ഓണം ആഘോഷിക്കുന്നത്. ഓക്കെ, എന്തൊക്കെ ഉണ്ടായിരുന്നു? ഓണത്തിന് പട്ടുകോണം, പിന്നെ കുട്ടുസഞ്ചി, കരിയാമ്പൂവ്, തീപ്പെട്ടി, പട്ടുകോണേ. ഓണത്തിന് എന്താ മെയിൻ ആയിട്ടുള്ള സംഭവം? പണ്ട് കച്ചവടം ആരോടെ? വീടിന്റെ സമീപത്തായിട്ട് ഒരു കച്ചവടം. അതിൽ കുട്ടുസഞ്ചി, കരിയാമ്പൂ, തീപ്പെട്ടി, പട്ടുകോണേ. കരിയാമ്പൂ കുട്ടുസഞ്ചിയിൽ നിർത്തിയിട്ട് അരയിൽ നിർത്തിയിടുക. അപ്പൊ എന്താ ഗുണം? എന്താ ഗുണം? തീരുന്നവരെ തിന്നാം. അങ്ങനെയുണ്ടോ ഓണത്തിന് ശരിക്കും? മീൻ, അതുപോലെ കളിപ്പന്ത്. കൈ കൊണ്ട് തുന്നി ഉണ്ടാക്കണ പന്താ, തുണിപ്പന്ത്. തുണി ചായ മുക്കിയ ഇങ്ങനെയുള്ള ഡിസൈൻസ് ഒക്കെ കൊടുക്കും. അങ്ങനെ ഞങ്ങൾ ഒരുപാട് ഉല്ലസിച്ചു. ചെറിയ പ്രായം മുഴുവനും ഓണത്തപ്പൻ്റെ കൂടെ കഴിഞ്ഞു. ഓണത്തപ്പനൊക്കെ വെക്കും നിങ്ങൾ പണ്ട് ചെറുപ്പത്തില്? ഓണത്തപ്പനെ കണി കാണാൻ പൂക്കളം എഴുതേണ്ടേ, നല്ലൊരു പൂക്കളം എഴുതേണ്ടേ. വേണം വേണം നമുക്കൊരുങ്ങാം മുറ്റത്ത് പൂക്കളം, മുറ്റത്ത് പൂക്കളം, മുറ്റത്ത് പൂക്കളം. മാവേലി നാടുവാണിടും മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ഒന്നുപോലെ എന്ന് പറയുമ്പോ ഇങ്ങനെ ഒന്നായിട്ട് ഇങ്ങനെ വളഞ്ഞിരിക്കും തല. എന്തോ തല വളയണ ഒന്നുപോലെ ആമോദത്തോടി വസിക്കും കാലം. ഒട്ടുമില്ലതാനും. അല്ലല്ല, ഒട്ടുമില്ലാന്ന് എന്നുവെച്ചാല് പഠനമില്ലാത്ത ഒരു കാലമായിരുന്നു. ഹാപ്പി ഓണം. മാവേലി തമ്പുരാനെ കുറിച്ച് എന്താ പറയാനുള്ളത്? മാവേലി തമ്പുരാന്റെ വയറ് കുറയ്ക്കുക. മാവേലി തമ്പുരാൻ 6 പാക്ക് ആക്കിട്ട് വരുന്നതാണ് പറയുന്നത്. 6 പാക്ക് അല്ല അല്ല, പണ്ട് ഇങ്ങനെ ഈ ഇതില്ലേ കുമ്മാട്ടി കുമ്മാട്ടി തുള്ളി വരാന്ന് പറഞ്ഞില്ലേ? കുമ്മാട്ടി ഓടിണ്ട് വരാത്തങ്ങളെ വാരി. അല്ല, അത് പോട്ടെ, അത് കുറച്ചുകൂടി കേറി വന്നു. മമ്മയുടെ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു? സ്കൂളിലൊക്കെ ഓണത്തിന്റെ പരിപാടി? ഓണത്തിന് തന്നെ പട്ടുകോണം എടുത്തിട്ട് കളിക്കുക. ഇത് അമർത്തി പിടിക്കുക, പക്ഷെ അടുത്തേക്ക് പിടിക്കുകയും എന്നാലേ അത് പറയണ കേൾക്കുള്ളൂ. ഞാൻ അതേപോലെ പിള്ളേർക്കൊക്കെ അറിയണം പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു ഓണം. പട്ടുകോണൊക്കെ ഞാത്തിടും ഒരു ഇതിന്റെ മുകളില്. പട്ടുകോണോ വിൽക്കാൻ. ഈ പട്ടുകോണം എന്ന് വെച്ചാൽ എന്താ? പട്ടുകോണം എന്ന് പറഞ്ഞാല് ചിലര് വെറും ചുവപ്പ് തുണി കൊണ്ട് അടിക്കും കൈകൊണ്ട്. കോണകല്ലേ? കോണക തന്നെ. അത് ഞാത്തിട് വിൽക്കാൻ ഞാത്തിടും, മേടിച്ചോണ്ട് പോകും ആൾക്കാര്. അതിന്റെ മുകളിൽ ഈ മുൻവശത്തൊക്കെ അണ്ടി നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെയൊക്കെ തയ്ക്കും നൂല് മേടിച്ചിട്ടേ, ചുവപ്പും പച്ച നൂലുകൊണ്ടൊക്കെ. പിന്നെ അതൊരു ഐറ്റം, ഓണത്തിന്റെ ഒരേ ഒരു ഐറ്റം പട്ടുകോണം. അല്ല, ഞാൻ അപ്പൊ പണ്ട് ആൾക്കാർ പട്ടുകോണം കൊണ്ട് ആണുങ്ങളുടെ അല്ലേ കോണം? ആണുങ്ങളുടെ കോണം പണ്ട് ഈ അലങ്കാര വസ്തുക്കൾക്ക് പട്ടുകോണം എന്ന് പറയുന്നത് ചുവപ്പ് ഇത്ര നീളത്തില് വാലൊക്കെ ഇട്ടിട്ട് അത് കൊടുക്കും. അതാണ് ഓണം. പിന്നെന്താ? പൂക്കളം. പൂക്കളത്തില് പല സൈസ്. പൂക്കളത്തിൽ എന്തൊക്കെ പൂക്കൾ? തുമ്പപ്പൂ, പിച്ചിപ്പൂ, തുമ്പപ്പൂ, പിന്നെന്താ തുമ്പപ്പൂ, പിച്ചിപ്പൂ, മുക്കുറ്റി, ജമന്തി, ചെണ്ടുമല്ലി, പിന്നെ അരളിപ്പൂ. അങ്ങനെ ഒട്ടുമുക്കാലും പൂക്കളും ചെറുവക പൂക്കളൊക്കെ ഈ തൊട്ടിയിലിട്ട്. പൂവൊക്കെ എടുക്കും. വട്ടിയുണ്ട്, വട്ടി പൂ പറിക്കാൻ.
പറിക്കാൻ പോരുന്നു അതിരാവിലെ ആരേ നിങ്ങൾക്കാവശ്യം ആവശ്യം ആവശ്യം ഗിൽഗിറിനെ ഞങ്ങൾക്കാവശ്യം ആവശ്യം ആവശ്യം മേമേനെ ഞങ്ങൾക്കാവശ്യം ഇന്റർവ്യൂടെ പഴയകാല ഓണക്കാല ആവശ്യം ആവശ്യം. കണ്ണുമിഠായി. ഓ ഗൈസ്, നമ്മുടെ കണ്ണുമിഠായി പിന്നെ ഇത് വലിയ സൈസാണല്ലോ. ആ എന്നിട്ട് പറയും ആര് വന്നു കൊണ്ടുപോകും. അതിവിടെ കൊടുക്കല്ലേ, ഞങ്ങൾ ഓണത്തിന്റെ കായ വറുത്തത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കുക. അതൊക്കെ അവിടെ ആക്കി എന്നിട്ട് പറയും. എന്നിട്ട് ഇനി ഈ പൂക്കളൊക്കെ എടുത്തിട്ട് നമ്മള് കൂടുന്നു. അതൊക്കെ വട്ടിയിൽ നിറയ്ക്കും, എന്നിട്ട് പോവും. എല്ലാരും കൂടിയിട്ട് അപ്പനമ്മയും കൂട്ടിട്ട്. അപ്പനമ്മയും കൂടിയിട്ട് എന്തിനാ പോണേ? അല്ല ആരെ കൂടുക അപ്പൊ? കൂടെ തറവാട്ടിലേക്ക് കാർന്നത്തേരി അല്ലെങ്കിൽ കുട്ടികളും കൂടിയിട്ട് പോവും. അങ്ങനെ എന്നിട്ട് ഈ ഇതിൻ്റെ മുറ്റത്ത് എല്ലാവരും കൂടി നിരന്ന് നിൽക്കുന്നിടത്ത് ജൂരി അത്തക്കളിടും. അത്തക്കളിടും. അത്തക്കളിട്ടിട്ട് ഓണത്തപ്പന് കളി കാണാൻ പൂക്കളം എഴുതേണ്ടേ, നല്ലൊരു പൂക്കളം എഴുതേണ്ടേ, വേണം വേണം നമുക്കൊരു മുറ്റത്ത് പൂക്കളം, മുറ്റത്ത് പൂക്കളം. പിന്നെ അല്ല അപ്പൊ പിന്നെ സദ്യയിലേക്ക് വരുമ്പോൾ പണ്ട് കാലത്ത് പട്ടിണിയുടെ നടുവറ്റത്തായിരുന്നു എങ്കിലും സമൃദ്ധമായ സദ്യ ഉണ്ടാവില്ലേ? എല്ലാരും വീട്ടിലുണ്ടാവും. എല്ലാവരും വീട്ടിലല്ല, എല്ലാരും കൂടി ഒരു സ്ഥലത്തിരുന്നിട്ടേ നേരത്തെ അലിയിട്ടിട്ട് അങ്ങോട്ട് ചിറ്റി ഇരിക്കുക. വീട്ടിലുള്ള ആൾക്കാരല്ലേ പറ്റുള്ളൂ, നാട്ടുകാരൊക്കെ വിളിക്കാൻ പറ്റും. നാട്ടുകാരും കൂടിയിട്ടൊക്കെ സദ്യ കഴിക്കും. അങ്ങനെ ഉണ്ടായിരുന്നു പണ്ട്. എന്ന് വെച്ചാ എന്നാലും സമൃദ്ധി പറ്റാളും കൂടി. അതല്ല ഞാൻ ചോദിക്കണേ, അപ്പൊ ഇത് സ്കൂളിൽ അങ്ങനത്തെ വല്ലയിടത്തോ? സ്കൂളിലും കഴിക്കുന്നവരുണ്ട്, വീടുകളിലും കഴിക്കുന്നവരുണ്ട്. അപ്പൊ വീട്ടിൽ അപ്പുറത്തുള്ള ആൾക്കാരൊക്കെ വിളിക്കും. പിന്നെ വിളിച്ചാൽ വന്നെങ്കിൽ വരെ വലിയ വേണ്ട. അത് കഴിഞ്ഞാ പായസങ്ങൾ, പലതരം പായസങ്ങൾ. ആവുന്നില്ല, പലതരം പായസല്ലേ? ഒരു പായസം പോലും ഇല്ല. ഒറ്റ പായസം. എന്ത് പായസം? അതുകൊണ്ട് ഉള്ളവരെ മമ്മിക്ക് ഇഷ്ടമുള്ള പായസം ഏതാ? എനിക്ക് പായസം ഇഷ്ടമില്ല. പരിപ്പ്, പാലട. പാലട പ്രഥമനാണോ അതോ അടപ്രഥമൻ? അടപ്രഥമന പാലട പ്രഥമന നല്ലത്? അടപ്രഥമൻ മതി. അടപ്രഥമന നല്ലത്. ഉണ്ടാക്കുവോ അതൊക്കെ? ഉണ്ടാക്കാൻ്റെ പിന്നെ അന്നത്തെ കാലത്ത് ആരാ തരണേ? നിങ്ങൾ ഉണ്ടാക്കുമോ? നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയോ? എനിക്കറിയില്ല. ഞങ്ങൾ അരിപ്പായസം ഉണ്ടാക്കുക. അരിപ്പായസം അല്ലാതെ ഈ പാലടയും കോലട പാലടി കീലടയൊന്നും ഉണ്ടാക്കില്ല. അതൊന്നും വേണ്ട. പിന്നെ അത് ഈ ഇലയില് ചോറ് വിളമ്പി കഴിഞ്ഞാല് അതിലെന്തുണ്ടാക്കുക? അതില് ശർക്കരപ്പേരി, 4 ചതുരൻ വറവ്. മതിയാക്കി മതി പറഞ്ഞോ അത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇന്റർവ്യൂ അവസാനിപ്പിക്കണം. എങ്ങനെയുണ്ടായിരുന്നു ഇന്റർവ്യൂ? നല്ല ഇന്റർവ്യൂ ആയിരുന്നു. പറയേ. നോബഡി നത്തിങ്. അങ്ങനെ ആയിക്കോട്ടെ. നിങ്ങളുടെ നാട്ടിൽ നമ്മുടെ മമ്മിയുടെ ഇന്റർവ്യൂവിനെ ആകെ കൂടി സാക്ഷ്യം വഹിച്ച ഒരു വ്യക്തിത്വമാണ്. എങ്ങനെയുണ്ടായിരുന്നു ഇന്റർവ്യൂ? അവസാന ഘട്ടത്തിലാണെങ്കിലും നന്നായി, സംഗതി ഉള്ളത് നന്നായിരുന്നുണ്ടല്ലേ? പകുതിന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ കട്ടായി പോയി. എന്നാലും ഉള്ളിടത്തോളം നല്ല കാര്യങ്ങളൊക്കെ ഞങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.